നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇന്നത്തെ ഡെസേർട്ടിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് കട്ട് ഡ്രൈ ഫ്രൂട്ട്സ്, മിൽക്ക് മെയ്ഡ്, വെർമിസെല്ലി, 1 പാക്കറ്റ് ഓഫ് മിൽക്ക്, അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ആൻഡ് മിൽക്ക് പൗഡർ. ഫസ്റ്റ് നമുക്ക് ഒരു ചെറിയ സ്ലൈസ് ഓഫ് ബട്ടർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ ബട്ടർ നമുക്ക് മെൽറ്റായി വരുന്ന ടൈമിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൽ ബദാം, കാഷ്നട്ട്, കിസ്മിസ്, ഞാനിപ്പോൾ 3 ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഈ ഡെസേർട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നതെല്ലാം ഓപ്ഷണലാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ജസ്റ്റ് ആ ബട്ടറിൽ ജസ്റ്റ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കാം. ഈ സോട്ടായി വരുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വെർമിസെല്ലി, ദാറ്റ്സ് എ മെയിൻ പാർട്ട് ഓഫ് ദിസ് ഡെസേർട്ട്. നമ്മുടെ വെർമിസെല്ലി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന വെർമിസെല്ലി എന്ന് പറയുന്നത് റോസ്റ്റഡ് ആയിട്ടുള്ള വെർമിസെല്ലിയാണ്. റോസ്റ്റഡ് ആയാലും അൺറോസ്റ്റഡ് ആയാലും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഈ ബട്ടറിൽ ഓൾറെഡി നമ്മളിവിടെ റോസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അൺറോസ്റ്റഡ് വെർമിസെല്ലി ആയാലും നമുക്ക് യൂസ് ചെയ്യാം. ഈ ടൈമിലെല്ലാം നമ്മുടെ ഫ്ലെയിം എപ്പോഴും സിമ്മിലായിരിക്കും. ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് അത് റോസ്റ്റായി വരുന്ന ആ ഒരു ബ്രൗണിഷ് നമുക്ക് കളർ കാണാൻ പറ്റും. അതിലേക്ക് നമുക്ക് ആവശ്യമായ പൗഡർ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് നമുക്കതിലേക്ക് നമ്മുടെ ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്യുന്ന ഷുഗർ എന്ന് പറയുന്നത്, ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ഓഫ് മിൽക്ക് പൗഡറാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. നല്ലപോലെ അത് പൗഡർ മിക്സ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഡെസേർട്ട് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മുടെ ഡെസേർട്ടിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 1 കപ്പ് ഓഫ് മിൽക്കിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓഫ് കോൺഫ്ലോർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നല്ലപോലെ അത് മിക്സ് ചെയ്യുക. നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കത് മാറ്റി വയ്ക്കാം. ഇതേ ടൈമിൽ നമുക്ക് 2-3 കപ്പ് ഓഫ് മിൽക്ക് നമുക്ക് ബോയിൽ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ബോയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായ ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം. ബോയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മിൽക്ക് മെയ്ഡ് നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. നല്ലപോലെ നമുക്കത് മിക്സ് ചെയ്യാം. ഇതേ ടൈമിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടുള്ള ആ മിൽക്ക് നമുക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഓഫ് മിൽക്ക് പൗഡർ നമുക്ക് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ആ ഒരു മിക്സ്ചർ നമുക്കത് കുറുകി വരുന്നൊരു ടൈമാണ്. ആ മിക്സ്ചർ ഇപ്പോൾ തിക്നെസ് നമുക്ക് നല്ല കട്ടയായിട്ടുള്ള തിക്നെസ്സിലേക്ക് മാറും. ദെൻ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സെക്കൻഡ് പാർട്ട് നമുക്കിവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്ത് അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ നമ്മുടെ വെർമിസെല്ലി, നമ്മൾ മിക്സ്ചർ ഓഫ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെർമിസെല്ലി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഫസ്റ്റ് ലെയർ നമുക്ക് ആ ഒരു വെർമിസെല്ലിയുടെ മിക്സ്ചർ നമുക്ക് ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സിറപ്പ്, ആ തിക്കായിട്ടുള്ള നമ്മുടെ സിറപ്പ് നമുക്ക് സെക്കൻഡ് ലെയർ നമുക്ക് കൊടുക്കാം. വീണ്ടും നമുക്ക് ഈ സെയിം സ്റ്റെപ്പ് തന്നെ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് ആ സിറപ്പിൻ്റെ മേലിലേക്ക് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള വെർമിസെല്ലീസ് നമുക്ക് ആഡ് ചെയ്യാം. തേർഡ് ലെയർ നമ്മൾ വെർമിസെല്ലി നമ്മളിപ്പോൾ ആഡ് ചെയ്യാണ്. ദെൻ തേർഡ് ലെയർ ഓഫ് വെർമിസെല്ലി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ദെൻ ഫോർത്ത് ലെയർ ആയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ടെക്സ്ചർ, ആ മിൽക്കിൻ്റെ ടെക്സ്ചർ നമുക്ക് സിറപ്പ് നമുക്ക് ആഡ് ചെയ്യാം.
ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണത്. ആൻഡ് തിക്കാണ് ആ ടെക്സ്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഇത് കംപ്ലീറ്റ് ആവണ വരെ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഓരോ ലെയറും നമുക്ക് മാറി മാറി, ഫസ്റ്റ് ലെയർ നമ്മൾ വെർമിസെല്ലി വെച്ചിട്ട് ലെയർ കംപ്ലീറ്റ് ചെയ്യണം. ദെൻ സെക്കൻഡ് ലെയർ നമ്മുടെ ആ ക്രീമി ടെക്സ്ചർ ഉള്ള ആ സിറപ്പ് വെച്ച് നമ്മൾ ലെയർ കംപ്ലീറ്റ് ചെയ്യാം. ദെൻ നമ്മൾ ആ ഒരു ഫുള്ളി നമ്മളാ ഒരു നമ്മുടെ മിക്സ്ചർ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ സെറ്റ് ചെയ്തെടുക്കാം. ദെൻ നമുക്കതൊരു 2-3 hours നമുക്കതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. Then it's time to taste.